ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയോട് ബീരാനിക്ക പറഞ്ഞത് പ്രകാരം ബീരാനിക്ക വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിലോ തൻ്റെ പ്ലാനിങ് എല്ലാം സക്സസ് ആയി എന്നൊരു സന്തോഷത്തോട് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഒരുപാട് സമയമായിട്ട് ബീരാനിക്ക വരാത്തതുകൊണ്ട് തന്നെ ശ്രുതി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്തല്ല, എറണാകുളത്ത് നിന്ന് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, അതേ ദിവസത്തിന് ഇവിടെ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, എന്തിന് പോകണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടുതൽ എമൗണ്ട് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നീ പോയാൽ മതി എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാതെ എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ശ്രുതിക്ക് കോളു എന്ന് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു സമയത്തും ശ്രുതി ഇത്രയും നേരമായിട്ട് ബീരാനിക്ക വരാത്തത് എന്താണെന്നുള്ള ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ചെല്ലുന്ന അതേ സമയം ഞാൻ രവി എന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് തുറക്കുന്ന സമയത്ത് പോലീസുകാരനാണ്. ഇവർക്ക് വേണ്ടി പാസ്പോർട്ടിനെ അപേക്ഷിച്ചതുകൊണ്ട് തന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ് പോലീസുകാർ. അദ്ദേഹം വന്നതിന് ശേഷം എല്ലാവരും ആധാർ കാർഡൊക്കെ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈസ്റ്റർ ഈ സമയത്ത് എങ്ങനെ ബീരാനിക്ക വന്നു കഴിഞ്ഞാൽ പോലീസുകാരൻ ഇക്കയെ തിരിച്ചറിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് ബീരാനിക്ക അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ബീരാനിക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പോലീസുകാരനെ കാണുമ്പോൾ തന്നെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഇനി എന്തെങ്കിലും കള്ളത്തിരി കള്ളി ഇനി ഒപ്പിച്ചോ, അവളെ അറസ്റ്റ് ചെയ്യാനാണ് ഇനി പോലീസുകാർ വന്നിരിക്കുന്നത്, ഞാൻ അകത്തേക്ക് ചെല്ലണമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസുകാരൻ ബീരാനിക്കയുടെ അടുത്ത് വന്നതിന് ശേഷം ഒരു സംശയത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബീരാനൊന്നും പതുങ്ങുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ രേവതിയും സച്ചിയും എല്ലാം തന്നെ ബീരാനിക്കയെ തന്നെ നോക്കി നിൽക്കാണ്ട്. കാരണം ബീരാനിക്കയുടെ പദങ്ങളും പേടിയും എല്ലാം കാണുമ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ബീരാനിക്കയെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കും രവിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഉദ്ദേശിച്ചുള്ള ഒരാളല്ല ഇദ്ദേഹം മലേഷ്യയിലാണ്, സാർ കണ്ടിട്ടുണ്ടാകും, വഴി സാധ്യത കുറവാണ്, ഇത് ഇവിടുത്തെ മരുമകളുടെ ഇളയച്ചനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ല എവിടെ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇയാൾ പോയ ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താ പതിവില്ലാതെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വേഗം ഓടി വന്ന് ഞാൻ എൻ്റെ ഈ നാക്കുകൊണ്ട് എങ്ങനെ പറയുമെന്ന് ബീരാനിക്ക പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ മടിയാണ്, ആക്ഷൻ കാണിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാമെന്ന് സച്ചി ഒരു തമാശ രൂപേണ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നു, മിണ്ടാതിരിക്കടാ അവൻ്റെ തമാശ, ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടാൽ തന്നെ അറിയാമ്പോൾ എന്തോ വലിയ കാര്യം പറയാനാണ് അദ്ദേഹം വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, എന്താ പറ്റിയ ശ്രുതിയുടെ ഇളയച്ച എന്ന് ചോദിക്കുന്ന നേരത്ത് ബീരാനിക്ക ഭയങ്കരമായിട്ട് എന്നെ കരയുകയാണ്. ഈ ഒരു സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇളയച്ച എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ബീരാനിക്ക ശ്രുതി പറഞ്ഞത് പ്രകാരം തന്നെ അവിടെ വലിയൊരു നാടകം കളിക്കേണ്ട, അതായത് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു, 2 ആഴ്ച മുന്നേ മരണപ്പെട്ടതാണത്. സർക്കാർ അവരുടെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ആരെയും വീട്ടുകാരെ നാട്ടുകാരെ ഒന്നും അറിയിക്കാതെ തന്നെ അവിടെ വെച്ച് തന്നെ മറവ് ചെയ്ത് ഇനി കാണാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഭയങ്കരമായിട്ട് തന്നെ പൊട്ടിക്കലുണ്ട്. ശ്രുതിയുടെ കരച്ചിലിൻ്റെ കൂടെ തന്നെ ചന്ദ്ര കരയുന്നു, ശ്രുതി കരയുന്നു. എന്നാൽ സച്ചി രേവതിയും ഇവരുടെ ശ്രുതിയുടെയും ബീരാനിക്കയുടെയും ഓരോ ആക്ഷനും പെരുമാറ്റവും എല്ലാം തന്നെ നോക്കിക്കാണിട്ട് ഇവരുടെ പെട്ടെന്നുണ്ടായ ഈ ഒരു ഇളയച്ചൻ്റെ വരവും എല്ലാം തന്നെ ഇവർ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇതിനിടയിലെ ശ്രുതി എനിക്ക് എൻ്റെ അച്ഛനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ തല കറങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ശ്രുതി നല്ല അടിപൊളിയായിട്ട് അവിടെ നാടകം കരങ്ങേറുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ബീരാനിക്ക പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, എൻ്റെ മകൾക്ക് ആരുമില്ല, അവളുടെ അമ്മ നേരത്തെ പോയി, ഇപ്പം അച്ഛനും പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാത്രമേ അവൾക്കുള്ളൂ, അവളെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം വന്നിട്ട് ചോദിക്കണം, ഈശ്വര ഇനി അദ്ദേഹം മരിച്ചു കാരണം ശ്രുതിക്ക് അങ്ങനെ സ്വത്തുക്കൾ വന്ന് ചേരുമോ എന്ന് ചോദിക്കുന്ന നേരത്ത് കണ്ടില്ല എപ്പോഴും അമ്മയ്ക്ക് സ്വത്തുക്കളിലാണ് കണ്ണെന്ന് സച്ചി രവിയോട് പറയുന്നുണ്ട്. എന്താ ചന്ദ്ര ഇത് ഈ ഒരു സമയത്താണ് സ്വത്തുക്കളുടെ കാര്യം ചോദിക്കുന്നതെന്ന് രവി ചോദിക്കുന്ന സമയത്ത് അല്ല രവിയായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സ്വത്തുക്കളുടെ കാര്യത്തിലൊന്നും ചേച്ചി പേടിക്കേണ്ട, ആ സ്വത്തുവകളെല്ലാം തന്നെ ശ്രുതിക്ക് വേണ്ടി വരാനുള്ളതാണെന്ന് ബീരാനിക്ക മറുപടി പറയുന്നുണ്ട്. ഇയാൾ ഇന്നത് കുളമാക്കി, ഇയാൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് നമ്മുടെ ശ്രുതിയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീരാനിക്ക ഒരു കണക്കിന് നാടക കൂടി ഭംഗിയായിട്ട് ഇങ്ങനെ അരങ്ങേറി പോകാൻ തിരക്കമിടുന്ന സമയത്ത് രവി പറയുന്നത്, എന്ത് ഇത്ര വേഗം പോകുന്നത്, ശ്രുതിമോക്കൊരു ആശ്വാസമാവില്ലേ നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലെന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട, എനിക്ക് എത്രയും വേഗം പോകണം, ഞാൻ ചെന്നില്ല തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം ചീഞ്ഞു പോകുമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയും രവിയും ഒരേ രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ചീഞ്ഞു പോകാൻ നിങ്ങൾ എന്താ ചീഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലല്ല എൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ ഇങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിന് തടി തപ്പി ബീരാനിക്ക് അവിടെ നിന്ന് പോകാനിറങ്ങുന്ന സമയത്ത് ശ്രുതിയോട് യാത്ര പറയുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് കെട്ടിപ്പിടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ശ്രുതി ആരും അറിയാതെ തന്നെ ബീരാനിക്കയുടെ കാലിലേക്ക് ചവിട്ടുകയാണ് കേട്ടോ. ബീരാനിക്ക് വലിയ വയൽ കരയുന്നുണ്ട്, ഈശ്വര എൻ്റെ ചേട്ടൻ പോയതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വേദന കൂടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ തൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. ആൻറ്റിയാണെങ്കിൽ തന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ഇനി എന്തായാലും അച്ഛൻ്റെ കാര്യം പറയുന്നത് ആരും വരികയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രേവതി സച്ചി ആവട്ടെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ വലിയ നാടകങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയത്തോടുകൂടി തന്നെ നിൽക്കാണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.